ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഞാൻ സിൽക്കി കോട്ടയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് പലപ്പോഴായിട്ട് പ്രസൻറ്റ് ചെയ്തായിരുന്നു. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ലേ എന്ന്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് ഇതിൽ ഫുള്ള് വരുന്ന കാരണം നമുക്ക് ആ ട്രാൻസ്പെറൻ്റ് ഒട്ടും ബാധകമല്ല. കാരണം ഇതിൻ്റെ ഈ പല്ലു പോർഷൻ ഇങ്ങനെ വന്നിരിക്കുന്നു ഉണ്ടോ, പല്ലുവിൽ നിറച്ച് ഈ ത്രെഡ് ഒരു സ്ട്രൈപ്സ് പോലെ എന്ന് പറയാം. ശരിക്കും ത്രെഡ് വർക്കാണ് ഉണ്ടായത്. അതുപോലെ സൈഡിൽ ക്രോഷ്യോ ലേസ്, ഇങ്ങനെയാണ് ഈ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. അത് ഫുള്ളായിട്ടും നമ്മുടെ ഈ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഇത്രയും ഭാഗം വരെ ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിൽ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് ഹാഫായിട്ടുമാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് 965 ആണ്. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ എൻഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് കളറുകളും കൂടി നമുക്ക് കാണാം. ഇതതിൻ്റെ മറ്റൊരു പീച്ച് ഷെയ്ഡാണ്. ഇതിൻ്റെ പല്ലു പോർഷനിലുള്ള വർക്ക് ഇങ്ങനെയാണിത്. ത്രെഡ് വർക്കാണ്. നമുക്ക് ഈ സാരി വാഷബിളാണ്. പിന്നെ സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സ്റ്റാർച്ച് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു, ഹാഫായിട്ട്. ഇത് ഫുള്ളായിട്ട് ഇവിടെ വർക്ക് വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഇത് ഹാഫായിട്ടാണ് ഈ വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു ഹാഫായിട്ട്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബ്ലൗസ് പീസിൻ്റെ എൻഡിൽ ഈ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ മറ്റൊരു ഷെയ്ഡ് തന്നെ. ഇതൊരു മോവ് ഷെയ്ഡായിട്ട് വരും. ഇതിലും ആ ത്രെഡ് വർക്ക് അതുപോലെ തന്നെ വന്നിരിക്കുന്നു. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ അതേ ത്രെഡ് വർക്ക്. വേറെ ഒന്നും മാറ്റമില്ല, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബ്ലൗസ് പീസിൻ്റെ സൈഡിൽ ആ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റേറ്റ് 965. അതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. വീഡിയോയിൽ കാണുന്ന ആ കളറുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇതുണ്ടോ, അതിൻ്റെ ആ ത്രെഡ് വർക്ക് വരുന്നുണ്ടോ. ഇതതിൻ്റെ പല്ലു പോർഷനാണ്. ഞാൻ പിന്നെ എല്ലാം ഒരുപോലത്തെ വർക്ക് തന്നെ ആയത് കാരണമാണ് സാരി വിടർത്താത്തത് കേട്ടോ. ബാക്കിയെല്ലാം ബ്ലൗസ് പീസും പ്ലെയിനാണ്. അതുപോലെ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇതുണ്ടോ, ഹാഫായിട്ട് തന്നെ ഈ വർക്ക് വരുന്നു. വേറെയൊന്നും പ്രത്യേകതകളില്ല. പല്ലു പോർഷനാണിത്. ഇത് മറ്റൊരു ഷെയ്ഡ്. ഇത് കറക്റ്റായിട്ട് എനിക്ക് ഈ കളറ് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു റെയർ കളർ തന്നെയാണ്. എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതിപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞവർക്കും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഈ കളറ് നല്ലൊരു ഷെയ്ഡാണ്. ബ്ലൗസ് പീസും ഉണ്ട്. അതുപോലെ ഹാഫായിട്ട് ഇതിൻ്റെയും വർക്ക് വരുന്നു. പല്ലു പോർഷനാണിത്. പല്ലു പോർഷൻ ഭംഗിയായിട്ട് തന്നെ ഫുള്ളായിട്ടും വരുന്നുണ്ടല്ലോ. ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. റേറ്റും വളരെ അഫോർഡബിൾ പ്രൈസാണ്. 965 ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട്, ചർച്ച് വെയർ ആയിട്ട് എങ്ങോട്ട് പോകാനും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ചുളുങ്ങുന്ന ഒരു ടൈപ്പല്ല. വെയിറ്റ് ലെസ്സാണ്. വെയിറ്റ് കുറവാണ് ഇതിന്. അപ്പോൾ നമുക്ക് വലിയ ഭാരമൊന്നും തോന്നിക്കില്ല പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകാൻ. പിന്നെ ഇതിൻ്റെ റേറ്റ് 965 ആണ്. പിന്നെ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം എന്ന സ്ഥലത്താണ്.